ഇവിടെ കാണാൻ പറ്റൂട്ടോ. ഈ ഒരു ധാബയിലേക്കാണ് അർജുൻ ചായ കുടിക്കാൻ പോകാൻ പ്ലാൻ ഇട്ടത്. ഈ ഒരു ധാബ ഇപ്പോൾ നിലവിലില്ല. ഇതിലുണ്ടായ 7 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അങ്ങനെ 6 ദിവസമായിട്ട് അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി മണ്ണടിയിൽ തൻ്റെ ജീവന് വേണ്ടി കഷ്ടപ്പെടുന്നത്. അദ്ദേഹം ഇപ്പം ജീവനോട് ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ജീവനോട് വരട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാണ്ട് നമുക്ക് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ എടുത്തു പറയേണ്ട വെച്ചാൽ അവിടുത്തെ സർക്കാരാണ്, കർണാടക സർക്കാർ. എന്തും മറ്റെടുത്ത് ഭരണം അവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കർണാടക സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണ് അത് ഇത്രയും വഷളാവാൻ കാരണം അവർ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അവിടുത്തെ സ്ഥലം SP ആണ്. അവിടെ നിന്ന് ഒരു അപകട സ്ഥലത്ത് നിന്ന് സെൽഫി എടുത്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ അവൻ്റെയൊക്കെ മനോഭാവം. എന്തോ നാടരുത്, ഒരു മനുഷ്യന് മണ്ണിനടിയിൽ ജീവനോട് മല്ലടിച്ച് നടക്കുമ്പോൾ അവിടുത്തെ അത് നിയന്ത്രിക്കേണ്ട, അതിന് ചുക്കാൻ പിടിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കഴിഞ്ഞിട്ട് സെൽഫി എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ. എന്താണ് അവസ്ഥ? ഈ കർണാടകക്കാർ നേരെ മറിച്ച് കർണാടകക്കാരത്തെ ഒരു നമ്മളെ കേരളത്തിൽ ഇതുപോലത്തെ സാഹചര്യത്തിലാണെങ്കിൽ അവരിപ്പോൾ വീട്ടിലെത്തിയാനേ. കാരണം നമ്മളെ മലയാളീസൊക്കെ അങ്ങനെയാണ്, നമ്മൾ ജീവനെ വില കൊടുക്കും. അല്ലാണ്ട് നമ്മൾ മലയാളീസ്, തമിഴ്, കർണാടക അങ്ങനെ നമ്മൾ നോക്കൂല, വേർതിരിച്ച് കാണൂല. പക്ഷെ അവർ കാണും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ വെച്ചാൽ പിന്നെ അവിടുത്തെ റിപ്പോർട്ടർ, അതായത് നമ്മളെ കേരളത്തിലെ റിപ്പോർട്ടറോട് അവർ ചോദിക്കുന്നത് ഒരു ഡ്രൈവറിന് വേണ്ടി ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. എന്തോ നാടേ ഡ്രൈവർ, നമ്മൾ ഡ്രൈവർ എന്നല്ല കാണുന്നത്, നമ്മളൊരു മനുഷ്യ ജീവൻ എന്നൊരു മനോഭാവത്തിൽ നമ്മൾ ഈ ചുക്കാൻ പിടിക്കുന്നത്. നിങ്ങൾക്കത് വെറും ഡ്രൈവറായിരിക്കും, പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല, നമുക്കൊരു മനുഷ്യ ജീവനാണ്. അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ. പിന്നെ നമ്മളെ സുരേഷ് ഗോപി പറയുന്നുണ്ട് കർണാടക സർക്കാർ എല്ലാം അങ്ങ് ഉണ്ടാക്കുന്നുണ്ട് അവർ ഇല്ലാന്നും പറയുന്നില്ല. അവർ ആ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും സെൽഫി എടുത്തിട്ട് ഇടുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അവിടെ പിന്നെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന മലയാളികളോട് അവിടുത്തെ ആളുകൾ പറയുന്നത് വെച്ചാൽ നമ്മളൊക്കെ ആളുകളും ഈ ഒരു സ്പോട്ടിൽ പെട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അവരും കൂടി ഒന്ന് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കൂടി നിങ്ങൾ ന്യൂസ് ചാനലിൽ കൊടുക്കണം എന്ന് അവർ പറയുന്നത്. അത്രയ്ക്കില്ലോ കർണാടക എന്ന സർക്കാർ, അല്ലെങ്കിൽ കർണാടക എന്ന സ്റ്റേറ്റിൻ്റെ അവരുടെ അവസ്ഥ. ഈ ഒരു ന്യൂസ് കർണാടക ഗവൺമെൻറ് മാക്സിമം ഹൈഡ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾ കർണാടക പിന്നെ ചാനലിൽ ന്യൂസ് ചാനൽ വെച്ച് നോക്കിയാൽ മതി, ഈ ഒരു ന്യൂസ് നമുക്ക് എവിടെയും കാണത്തില്ല. ആകെ കാണുന്നത് നമ്മളെ കേരളത്തിലെ ന്യൂസിൽ മാത്രമാണ്. കാരണം അവർ ഇത് ഹൈഡാക്കും, കാരണം അവരെ അഭിമാന പ്രശ്നമാണ്. കാരണം അവരെ കൈമിൽ നിന്ന് അബദ്ധം പറ്റിയത് അവർക്കറിയാം. ആ ഒരു അബദ്ധം അവർ നാട്ടുകാരെ അറിയിക്കാണ്ട് മാക്സിമം ഹൈഡായി കൊണ്ടുപോകില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ഗൂഗിൾ മാപ്പിൻ്റെ സഹായം കൊണ്ട് നമുക്ക് അവിടുത്തെ ഫുട്ടേജും കാര്യങ്ങളൊന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അത് നോക്കാം കേട്ടോ അന്നത്തെ അവസ്ഥയിലത്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന കേട്ടോ ആ ഒരു സ്പോട്ട് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ആ ഒരു ധാബയും അവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ധാബയിലേക്കാണ് അർജുൻ ചായ കുടിക്കാൻ പോകാൻ പ്ലാൻ ഇട്ടത്. ഈ ഒരു ധാബ ഇപ്പോൾ അവിടെ നിലവിലില്ല. ഇതിലുണ്ടായ 7 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ സ്ഥലം കണ്ട, ഈ ഒരു സ്ഥലത്താണ് അർജുൻ വണ്ടി പാർക്ക് ചെയ്തത്. നമുക്ക് അവിടെ കാണാൻ പറ്റും, ഒരു മണ്ണിടിഞ്ഞ സിസ്റ്റം അവിടെ കാണാൻ പറ്റും. കറക്റ്റ് പറഞ്ഞാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത്. കാരണം നമുക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. മെയിൻ ഹൈവേ ആണ് കേട്ടത്. അതായത് നമ്മളിപ്പോൾ എറണാകുളം, തൃശ്ശൂർ എന്നൊക്കെ പറയുന്ന പോലത്തെ മെയിൻ ഹൈവേ ആണ്. ആ ഒരു സ്ഥലത്താണ് ഈ ഒരു അപകടം പറ്റിയിട്ടുള്ളത്. ആ നേരത്തെ നമ്മൾ കണ്ട ഒരു ധാബ ഇപ്പോൾ അവിടെ നിലവിലില്ല. അതിലുണ്ടായ 7 ആളും മണ്ണിനടിയിൽ ഇപ്പോഴും അവരുണ്ട്. അവരെ കിട്ടിയിട്ടൊന്നുമില്ല. ഏകദേശം അവരെ അവർ ജീവനോട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഏതാണെങ്കിലും മനുഷ്യജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതിനൊരു വാല്യൂ നമ്മളെന്തായാലും കണ്ടേ പറ്റൂ.